സെൻട്രൽ രജിസ്ട്രാർ പോർട്ടലിലേക്ക് സ്വാഗതം. സെൻട്രൽ രജിസ്ട്രാർ ഓഫീസ് MSCS അഡ്മിനിസ്ട്രേഷൻ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യത മെച്ചപ്പെടുത്തുന്നതിനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സമിതികൾക്കായി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ഉണ്ടാക്കി. അതിൻ കീഴിൽ പൂർണ്ണമായ പേപ്പർ രഹിത പ്രക്രിയ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കും. ഇതിൽ സോഫ്റ്റ്വെയർ വഴി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടും നിയമങ്ങളും സ്വയമേവ പാലിക്കപ്പെടും. ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ പേപ്പർ വർക്കുകൾ കുറയുകയും പ്രക്രിയകൾ വേഗത്തിലാവുകയും ചെയ്യും. മികച്ച അനലിറ്റിക്സും MISഉം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുവാനായി crcs.gov.in ലോഗിൻ ചെയ്യുക. ഓൺലൈൻ സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പുതിയ MSCS രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച് സ്ഥിരീകരണത്തിനായി ഇമെയിലും മൊബൈൽ നമ്പറും നൽകുക. CRCS പോർട്ടലിനായുള്ള ലോഗിൻ ക്രെഡൻഷ്യലുകൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും മാത്രമേ അയക്കുകയുള്ളൂ. ഇനി നൽകിയിരിക്കുന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിക്കുക. എന്നിട്ട് ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ചെയ്യുക. ഇതിന്റെ ഈ ഡാഷ്ബോർഡ് ദൃശ്യമാകും. രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൊസൈറ്റി രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കുക. നൽകിയ വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അന്തിമ സമർപ്പണത്തിന് മുമ്പ് എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച് ശരിയായ വിവരങ്ങൾ ഉറപ്പാക്കുക. സിസ്റ്റം സൃഷ്ടിച്ച സമ്പൂർണ്ണ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുക. തുടർന്ന് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കുക. അച്ചടിച്ച അപേക്ഷാ ഫോമിൽ സ്വമേധയാ ഒപ്പിടുക. തുടർന്ന് ഒപ്പിട്ട അപേക്ഷ അപ്ലോഡ് ചെയ്ത് പ്രക്രിയ പൂർത്തിയാക്കുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഇമെയിലും SMS വഴി ആപ്ലിക്കേഷൻ നമ്പറും അയക്കും. സെൻട്രൽ രജിസ്ട്രാർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ സമയബന്ധിതമായി നടപടിയെടുക്കും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇപ്പോൾ പോർട്ടലിൽ ഓൺലൈൻ വഴി ബൈലോകളിൽ ഭേദഗതി ചെയ്യാൻ കഴിയും. ഓൺലൈൻ സേവനങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഭേദഗതി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ബൈലോ റിവിഷൻ അഭ്യർത്ഥന തിരഞ്ഞെടുക്കുക. ആവശ്യമായ വിവരങ്ങൾ ഫോമിൽ പൂരിപ്പിക്കുക. ഇതിൽ നിങ്ങൾ ജനറൽ ബോഡി മീറ്റിംഗിന്റെ വിശദാംശങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. അടുത്ത ഫോമിൽ ഭേദഗതി വിശദാംശങ്ങൾ വ്യക്തമാക്കുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഭേദഗതിക്കുള്ള അഭ്യർത്ഥന നൽകിയ ബൈലോ തിരഞ്ഞെടുക്കുക. ഇതിൽ നിലവിലുള്ള ബൈലോകളും നിർദ്ദേശിച്ചിരിക്കുന്ന ബൈലോകളും ഭേദഗതിക്കുള്ള കാരണവും നൽകുക. ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം ഫോം സമർപ്പിക്കുക. മറ്റ് ബൈലോകൾക്ക് ഭേദഗതി ആവശ്യമാണെങ്കിൽ അതിലേക്ക് ക്ലോസുകൾ ചേർക്കുക. കൂടാതെ ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിക്കുക. മുന്നോട്ടു പോകുന്നതിന് മുമ്പ് പ്രിവ്യൂ ചെയ്യുക. ഭേദഗതി പ്രക്രിയയ്ക്കായി ആവശ്യമായ എല്ലാം ലിസ്റ്റ് ചെയ്ത് ഒപ്പിട്ട രേഖകൾ അപ്ലോഡ് ചെയ്ത് ഭേദഗതി അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കുക. ഇതേപോലെ നിങ്ങൾക്ക് സെൻട്രൽ രജിസ്ട്രാർ പോർട്ടലിൽ നിന്ന് മറ്റ് സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിൽ സൊസൈറ്റികളുടെ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യൽ, ഓഡിറ്റ് വിവരങ്ങൾ സമർപ്പിക്കൽ, തർക്കങ്ങൾക്ക് മധ്യസ്ഥത, പരാതികൾക്ക് അപ്പീൽ, കമ്മിറ്റികളുടെ പരിശോധനയും അന്വേഷണവും, നടത്തിപ്പിൽ കഴിവില്ലാത്ത കമ്മിറ്റികളുടെ ലിക്വിഡേഷൻ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നടപടികൾ. പോർട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് യൂസർ മാനുവലിൽ പോയി വിവരങ്ങൾ നേടാവുന്നതാണ്. കൂടാതെ ഏത് ഘട്ടത്തിലും ഉണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നതിന് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ടാബിൽ പോയി വിവരങ്ങൾ നേടാം. സെൻട്രൽ രജിസ്ട്രാർ പോർട്ടൽ എല്ലാ കമ്മിറ്റികളെയും പങ്കാളികളെയും സഹായിക്കുന്നതിനുള്ള ഒരു സുഗമവും കാര്യക്ഷമവുമായ പ്ലാറ്റ്ഫോം ആയിരിക്കും.